ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയിൽ ബേസിൽ ജോസഫിന്റെ കഥാപാത്രമായ വിനുവിന്റെയും അനശ്വരയുടെ കഥാപാത്രമായ അഞ്ജലിയുടെയും കല്യാണം ഏപ്രിൽ 28-നാണെന്ന് കല്യാണ ക്ഷണക്കത്തിൽ കാണാം. ബേസിൽ ജോസഫിന്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ 28. സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ തുടക്കത്തിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു താലിമാല കൊടുത്തിരിക്കുന്നതായി കാണാം. സിനിമയിലെ താലിമാലയ്ക്ക് വേണ്ടിയുള്ള അടിയെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ അവസാനം ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ കല്യാണം നടന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാൻ പൂക്കൾ എറിയുന്നത് പോലെയും താലിമാല ഇല്ലാതെയുമാണ് ടൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ പേര് ഗുരുവായൂർ അമ്പലനടയിൽ എന്നായതുകൊണ്ട് പല സീനുകളിലും ബാക്ക്ഗ്രൗണ്ടിൽ ഗുരുവായൂരപ്പന്റെയും കൃഷ്ണന്റെയും ഫോട്ടോ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ സിനിമയിൽ പൃഥ്വിരാജിന്റെ അച്ഛനായി അഭിനയിച്ച ജഗദീഷും അമ്മയായി അഭിനയിച്ച രേഖയും ഗൃഹപ്രവേശം എന്ന സിനിമയിൽ ഗുരുവായൂരിൽ വെച്ച് ആളുമാറി കല്യാണം കഴിക്കുന്നുണ്ട്. പല സിനിമകളിലെ സീനുകളും ഡയലോഗുകളും റെഫറൻസായി ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ദൃശ്യം സിനിമയിലെ ക്ലൈമാക്സ് ഡയലോഗ് ഈ സീനിൽ പറയുന്നുണ്ട്. അതുപോലെ ആ രഹസ്യം എന്നോടൊപ്പം ഈ മണ്ണിൽ അലിഞ്ഞില്ലാതാകും എന്ന ദൃശ്യത്തിലെ ഡയലോഗും തൊട്ടടുത്ത സീനിൽ കുഞ്ഞുണ്ണി കുഴിയെടുക്കുന്നതും കാണാം. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിൽ ബാലചന്ദ്ര മേനോനോട് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ താനാണെന്ന് പൃഥ്വിരാജ് പറയുന്ന ഡയലോഗ് ഈ സിനിമയിൽ പൃഥ്വിരാജ് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ഞാനാ മുരളി. അതുപോലെ ക്ലൈമാക്സ് സീനിൽ ഗോഡ് ഫാദറിന്റെയും നന്ദനം സിനിമയുടെയും റെഫറൻസുകൾ കാണാം. കൂടാതെ നന്ദനത്തിലെ ബാലാമണിയുടെ ഈ സീനിന്റെ റീക്രിയേഷനും കാണാം. ബാലാമണിയുടെ ഞാനേ കണ്ടുള്ളൂ എന്ന ഡയലോഗ് പൃഥ്വിരാജ് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഹെലിക്യാം നോക്കി പറയുന്നുണ്ട്. ജോമോൻ അവതരിപ്പിച്ച ജോർജ് എന്ന ക്യാരക്ടറിന്റെ ഭക്ഷ്യശാസ്ത്രജ്ഞന്റെ ലുക്ക് പട്ടണപ്രവേശം എന്ന സിനിമയിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ ബാംഗ്ലൂർ ഡേയ്സിലെ ദുൽഖറിന്റെ ഡയലോഗ് ഒരു പാരഡിയായി ഉപയോഗിച്ചിട്ടുമുണ്ട്. മീമുകളിലൂടെ വൈറലായ കായൽ എന്ന ഷോർട്ട് ഫിലിമിലെ ഈ ഡയലോഗ് എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത് എല്ലാവരും വരണം സിനിമയിൽ പൃഥ്വിരാജ് സ്പൂഫായി ചെയ്തിരിക്കുന്നതായി കാണാം. ബേസിൽ ജോസഫ് അവതരിപ്പിച്ച വിനു എന്ന കഥാപാത്രം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി പൃഥ്വിരാജിനെ കണ്ടതിനു ശേഷം ഒരു സെൽഫി എടുക്കുന്നുണ്ട്. സെൽഫി എടുക്കുമ്പോൾ ഫോട്ടോസിൽ ലാസ്റ്റ് എടുത്ത ഫോട്ടോ ഫ്ലൈറ്റിലിരുന്നെടുത്ത ഫോട്ടോ ആണെന്ന് കാണാം. വിവാഹിതരാകുന്നു എന്ന പരസ്യം പത്രത്തിൽ കാണുമ്പോൾ സിജു സണ്ണിയുടെ കഥാപാത്രം പറയുന്നുണ്ട് കല്യാണ ദിവസം ഫോട്ടോ ഫ്രണ്ട് പേജിൽ വരുമെന്നും മിന്നൽ മുരളിയുടെയും ലൂസിഫറിന്റെയും പോസ്റ്റർ പോലെ ആകുമെന്നും. മിന്നൽ മുരളിയുടെ സംവിധായകനായ ബേസിലും ലൂസിഫറിന്റെ ഡയറക്ടറായ പൃഥ്വിരാജുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അതുമാത്രമല്ല സിജു സണ്ണിയുടെ കഥാപാത്രം പറഞ്ഞ ഈ ഡയലോഗ് ശരിക്കും നടന്ന കാര്യമാണ്. അന്നേ ദിവസത്തെ പത്രങ്ങളിൽ ലൂസിഫറിന്റെയും മിന്നൽ മുരളിയുടെയും വലിയ പോസ്റ്റർ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ ഹെലിക്യാമായി എത്തിയ കൃഷ്ണൻ എന്ന പോലെയാണ് നന്ദനം സ്പൂഫ് കാണിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ബേസിൽ ജോസഫിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഗുരുവായൂരപ്പ ഈ കല്യാണം നടത്താൻ നീ തന്നെ നേരിട്ട് അവതരിക്കേണ്ടി വരുമല്ലോ. തൊട്ടടുത്ത ഷോട്ടിൽ ആ ഹെലിക്യാം തന്നെയാണ് കാണിക്കുന്നത്. കുഞ്ഞുണ്ണിയെ കണ്ട ശേഷം പൃഥ്വിരാജ് തിരിച്ചു പോകുമ്പോൾ പറയുന്നുണ്ട് ഇവനെയൊക്കെ പിടിച്ചോണ്ട് പോകാൻ അവിടെ അറബികളൊന്നും ഇല്ലായിരുന്നോ എന്ന്. ഇത് ആടുജീവിതം സിനിമയുടെ റെഫറൻസ് ആണ്. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.